മറ്റൊരു പ്രധാന വാർത്തയിലേക്ക് നമ്മൾ പോകണം. പ്രിയമുള്ളവരെ, താമരശ്ശേരിയിലേക്ക് ഒന്ന് പോയിട്ട് വരാം. അവിടെ എന്തായി ഫ്രഷ് കട്ടുമായി ബന്ധപ്പെട്ട വിവാദം? താമരശ്ശേരിയിലെ മാലിന്യ സംസ്കരണ പ്ലാന്റ് ഫ്രഷ് കട്ട് തുറന്നതോടെ പ്രദേശത്ത് വീണ്ടും വല്ലാത്ത ഗന്ധം ഉയരുന്നതായി നാട്ടുകാർ പറയുന്നു. രൂക്ഷ ഗന്ധമാണത്രേ. കഴിഞ്ഞ രാത്രിയോടെയാണ് ഫ്രഷ് കട്ട് വീണ്ടും തുറന്ന് പ്രവർത്തനം ആരംഭിച്ചത്. പ്ലാന്റ് തുറക്കുന്നതിനാവശ്യമായ സുരക്ഷ നൽകാൻ ഹൈക്കോടതി പോലീസിന് നിർദ്ദേശം നൽകിയിരുന്നു. പോലീസുകാരൊക്കെ സുരക്ഷയിലുണ്ടായിരുന്നു. മാത്രമല്ല, ഈ ഫ്രഷ് കട്ടിന് ചുറ്റുമുള്ള 300 മീറ്റർ പരിസരത്ത് നിരോധനാജ്ഞ ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആളുകൾക്ക് അവിടെ പോയി സംഘം ചേരാൻ കഴിയില്ല. അതുകൊണ്ട് പ്ലാന്റിന്റെ അടുത്തേക്ക് പ്രതിഷേധം നടക്കില്ല. പ്ലാന്റ് തുറന്നതോടെ സമരം ശക്തമാക്കാനുള്ള നീക്കത്തിലാണ് സമരസമിതി. സാനിയോ മനോമി ഇപ്പോൾ സ്ഥലത്തുണ്ട്. സാനിയോ മനോമി, ഒരു ചെറിയ രൂക്ഷഗന്ധം അനുഭവപ്പെടുന്നുണ്ടോ സ്ഥലത്ത്? പ്രതിഷേധത്തിന്റെ കാറ്റടിച്ചു തുടങ്ങിയോ? ഇന്നലെ മുതൽ പ്രതിഷേധം ആരംഭിച്ചെന്നാണ് അറിയുന്നത്. ശക്തിപ്പെടും, ഇന്നൊരു മഹാറാലി ഉണ്ടെന്നൊക്കെ കേട്ടു. പക്ഷേ പോലീസ് പ്രൊട്ടക്ഷൻ ഉണ്ട് പ്ലാന്റിന്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ. നമ്മൾ വരുന്നതിൻ്റെ അല്പസമയം മുൻപ്, അതായത് ഒരു 6 മണിയോടുകൂടി ഇവിടെ രൂക്ഷഗന്ധമായിരുന്നു എന്നാണ് നാട്ടുകാർ പറയുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് ഭക്ഷണം ഉണ്ടാക്കാനും കഴിക്കാനും ഒന്നും കഴിഞ്ഞില്ല. അതിനുശേഷം ആ ഗന്ധം അല്പം പോയതിനു ശേഷമാണ് പലരും കുഞ്ഞുങ്ങൾക്ക്, ഇന്ന് സ്കൂളിലേക്ക് പോകേണ്ട കുഞ്ഞുങ്ങളുണ്ട്, അവർക്കൊക്കെ ഭക്ഷണം കൊടുത്തതെന്ന് നാട്ടുകാർ പറയുന്നു. കുറേ നാട്ടുകാരായ സ്ത്രീകൾ നമുക്കിപ്പോൾ ഉണ്ട്. കാരണം അവർ അനുഭവിക്കുന്ന പ്രശ്നം അതായതുകൊണ്ട് അവരെല്ലാവരും ഏത് സമയത്തും ആ പ്രശ്നം പറയാൻ തയ്യാറാണ് എന്നുള്ളതാണ്. ഇപ്പോൾ അരുൺ സൂചിപ്പിച്ചതുപോലെ 300 മീറ്റർ പരിസരത്തേക്ക് ഈ സമരം പാടില്ല എന്ന് ഹൈക്കോടതി ഉത്തരവുള്ളത് കൊണ്ട് തന്നെ അവർ ആ സമരപ്പന്തൽ മാറ്റിയിട്ടുണ്ട്. അവിടെയാണ് വൈകുന്നേരം 4 മണി മുതൽ എല്ലാ ദിവസവും സമരം ഉണ്ടാവുക. നമുക്കിപ്പം എന്താ ഇന്ന് രാവിലെ ഇന്നലെ രാത്രിയൊക്കെ മഴ ഉണ്ടായോ? ബുദ്ധിമുട്ടായി ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് വലിയ എന്തൊക്കെയോ അസുഖങ്ങളുണ്ട്, അതായത് അലർജി അടക്കമുള്ള അസുഖങ്ങളൊക്കെ ഉണ്ട്, പറഞ്ഞോളൂ. അലർജി ഉണ്ട്, പിന്നെ ശ്വാസം മുട്ടുണ്ട്, ചൊറിച്ചിലുണ്ട്, ഒക്കെ ഉണ്ട്. ഇതുകൊണ്ടാണെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ്. ഓക്കെ, ഇന്ന് രാവിലെ മണം വന്നു. രാവിലെ നല്ല വാസന. അത് കഴിഞ്ഞാലാണ് ഞങ്ങൾ ഭക്ഷണം ഉണ്ടാക്കി കഴിച്ചത്. കഴിഞ്ഞിട്ട് അത് കയ്യട്ടേം ചാച്ച ആ വാസന ഇവിടെ വന്നപ്പോൾ കയ്യട്ടേം ചാച്ചി ഇപ്പൊ ഭക്ഷണം ഉണ്ടാക്കി കഴിച്ചിട്ടേ ഇപ്പൊ ഉണ്ടാക്കി കഴിച്ചിട്ടേ. എങ്ങനെ ഇത് ഭയങ്കര ബുദ്ധിമുട്ടാണോ കുട്ടികൾക്കൊക്കെ? എങ്ങനെയാണ്? ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ്. അത് വാസന കൊണ്ട് വന്നാലും ഈ ശ്വാസത്തിന് വരെ വലിയ ബുദ്ധിമുട്ട് തന്നെയാണ്. സമരപ്പന്തലിൽ എല്ലാ ദിവസവും പോകാറുണ്ടോ? ഇന്ന് പോവോ? ഇല്ല, ഇന്ന് പോവില്ല. ഞങ്ങൾ പോകും പോലുണ്ട്. ഇന്നലെ ഇവിടെ ഒരു കുടുംബയോഗം ഉണ്ടായിട്ട് പോയതുകൊണ്ടാണ്. എല്ലാ ദിവസവും പോയിക്കുന്നു, ഇന്നും പോകും. നാളെയാണല്ലോ ഇപ്പം. ഓക്കെ, സമരം തുടരുമെന്നാണ് അവർ പറയുന്നത്. നാളെയാണല്ലോ മഹാറാലി. ഈ പ്രദേശത്തുള്ള എല്ലാവരും പങ്കെടുത്തിട്ട് നാളെ വലിയൊരു റാലി വെക്കണം എന്ന് ഉണ്ടെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പം എല്ലാവരും അതിൽ സജീവമായിട്ട് പങ്കെടുക്കും. എന്തായാലും ഇത് എന്തെങ്കിലും ഒരു തീരുമാനമാവുള്ളൂ. ഞങ്ങൾ എന്തായാലും ഇതിന് മുന്നോട്ടുണ്ടാവും. ജീവിതത്തിൽ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ ഒരു സമരത്തിലൊക്കെ പങ്കെടുക്കേണ്ടി വരുന്നത്. ആദ്യമായിട്ടുണ്ട് അങ്ങനെ ഒരു സമരത്തിൽ. നീതി കിട്ടാത്തൊരു സമരം ഇപ്പം ഇത്. 6 വർഷമായി ഞങ്ങൾ ഇത് നടക്കുന്നവരോട് ഞങ്ങൾക്കൊരു ശുദ്ധവായു ശുദ്ധജലം അത് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണല്ലോ ഞങ്ങൾ ഇത്രയും കാലം അവരോട് ചോദിക്കുന്നത്. അതിനോട് ഞങ്ങൾക്കൊരു നീതി കിട്ടിയേ പറ്റും. നീതി കിട്ടിയില്ല എന്ന് തന്നെ. ഇത് കിട്ടിയേ പറ്റുള്ളൂ. 6 വർഷമായില്ല ഞാൻ സഹിക്കുന്നത്. എൻ്റെ മാറ്റം വരുത്തിയില്ലെങ്കിൽ നമുക്ക് ജീവിക്കാനാവില്ല. ഇന്നലെ നിങ്ങളൊരു ആവശ്യം പറഞ്ഞിരുന്നു, കളക്ടറോ അല്ലെങ്കിൽ ഏതെങ്കിലും ഉദ്യോഗസ്ഥരോ ഇവിടെ ഒന്ന് ഒരു ദിവസമെങ്കിലും വന്നൊന്ന് താമസിച്ച് നോക്കണം. അത് ഞങ്ങൾ ഇപ്പോഴും പറയുന്നത്. അവിടെ പ്രവർത്തിക്കുമ്പോൾ ഇവിടെ ഈ ഏരിയയിൽ എവിടെയെങ്കിലും ഒരാൾ വന്നാൽ ഞങ്ങൾ അതിനുള്ള എല്ലാ സാഹചര്യവും ഞങ്ങൾ ഒരുക്കി കൊടുക്കും. ഒരു ബുദ്ധിമുട്ടും ആക്കാത്ത രീതിയിൽ ഞങ്ങൾ ചെയ്തു. പക്ഷെ അവിടെ പ്രവർത്തിച്ചിട്ട് അല്ലാതെ ഓരിവിടെ ഉണ്ട് എന്ന് പറഞ്ഞാൽ ഓര് പ്രവർത്തിക്കാതെ ഇവിടെ വന്നിട്ട് കാര്യമില്ല. ഓരറിയാത്ത രീതിയിൽ ഇവിടെ വന്ന് നിന്ന് 1 മണിക്കൂർ നിന്നാൽ മതി. അതാണ് അരുൺ. ആരെങ്കിലും അവിടെ ഈ ഫ്രഷ് കട്ട് ഫാക്ടറി പ്രവർത്തിക്കുമ്പോൾ 1 മണിക്കൂറെങ്കിലും ഈ പ്രദേശത്തെ വീട്ടിൽ വന്ന് നിൽക്കുകയാണെങ്കിൽ അതിനുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കാമെന്ന് തന്നെയാണ് പറയുന്നത്. നാളെ ഇപ്പോൾ വലിയ മഹാറാലിയാണ് ഈ നാട്ടുകാർ പ്ലാൻ ചെയ്തിരിക്കുന്നത്. നാട്ടുകാരുടെ ആശങ്ക തീർച്ചയായിട്ടും കേൾക്കണം. താങ്ക് യു സാനിയോ മനോമി. ഉമ്മമാരൊക്കെ പറയുന്നത് നമ്മൾ കേട്ടില്ല. ഉമ്മമാരൊരിക്കലും കള്ളം പറയില്ല. കാര്യം അവർക്ക് കള്ളം പറയാൻ അറിയില്ല. അതുകൊണ്ട് തന്നെ അവർ പറയുന്നത് വിശ്വാസത്തിലെടുക്കണം. അതേസമയം തന്നെ മാലിന്യ സംസ്കരണം നടക്കുകയും വേണം. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പം ഇതെങ്ങനെയാണ് ബുദ്ധിമുട്ടുണ്ടാവാത്ത രീതിയിൽ നടക്കുക? അളവിൽ കൂടുതൽ മാലിന്യം അവിടെ സംസ്കരിക്കുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും തടയുക തന്നെ വേണം. എന്തായാലും പ്രതിഷേധക്കാർ അവിടെ ഒത്തുകൂടും. ഇന്ന് മഹാറാലി ഉണ്ടാകും. 300 മീറ്റർ പരിസരത്ത് നിരോധനാജ്ഞ ഉള്ളതുകൊണ്ട് കഴിഞ്ഞ തവണ സംഭവിച്ചതുപോലെയുള്ള അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാവില്ല. മാത്രമല്ല, അന്ന് ഉമ്മമാരൊന്നും അല്ലല്ലോ ആ പ്രശ്നം ഉണ്ടാക്കിയത്. അതിനിടയിലേക്ക് നുഴഞ്ഞു കയറിയ ചില സംഘങ്ങളുണ്ട് എന്നാണല്ലോ പൊതുവെയുള്ള വിലയിരുത്തൽ.